അങ്ങനെ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഈസ്റ്റ് വൈസിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമുക്കൊരു അച്ചാറാവട്ടെ കേട്ടോ. ഇത് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് സ്പെഷ്യലാണ്. വടുകപ്പുളി എന്നാണ് ഇതിന് നമ്മുടെ ഏരിയയിലൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ 1-2 സ്പൂണോ ആദ്യം കുറച്ചിടുക, ചെറിയ സ്പൂണ്. ഇപ്പോൾ കല്ലുപ്പോ പൊടിയുപ്പോ ഇത് വേണമെങ്കിൽ തൊലി കളയുന്നെങ്കിൽ തൊലി കളയാം. നമ്മുടെ വീട്ടിലൊന്നും തൊലി കളയാതെ ഇടുന്നത്. ചിലർ അതിൻ്റെ തൊലി കഴിക്കുന്നത് കൊണ്ട് മാറ്റാറുണ്ട്. ശരിക്കും ആ അച്ചാറിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ തൊലിയോട് കൂടെ സ്കിന്നോട് കൂടെ ഇടുന്നതാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. ഞാനപ്പോൾ റിമൂവ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇനി അതിൻ്റെ സെൻറ്റർ നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വട്ടത്തിലാക്കി സ്ലൈസ് ചെയ്തിട്ടും ചെയ്യാം, അല്ല നേരെ നടു കട്ട് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് നിന്നുള്ള കുരുവൊക്കെ നമുക്കെടുത്ത് കളയാം. പണ്ട് ഈ വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് വാഴയിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്കൊക്കെ അരിഞ്ഞിടുക. കാരണം ഇത് അധികം അസിഡിക് ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പാത്രങ്ങളിലൊക്കെ പാട് വീഴുമെന്ന് വിചാരിച്ചിട്ട് പണ്ടൊന്നും അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ അലുമിനിയത്തിലും ഇതിലൊന്നും ഉപയോഗിക്കാറില്ല. സ്റ്റീലിലും ഉപയോഗിക്കാറില്ല. സ്റ്റീലിൽ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലധികം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് റിസ്ക് എടുക്കണ്ട, എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുയെല്ലാം കളഞ്ഞ് അതിനെ ഏറ്റവും നൈസായിട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നോ അതുപോലെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര തിന്നാവുന്നോ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും തിന്നാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് അതിലേക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഒന്ന് ഉപ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അധികം ഇതിന്ന് ഇങ്ങനെ അരിയും തോറും ഇങ്ങനെ ലിക്വിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കേണ്ട, നമുക്കത് അപ്പോൾ തന്നെ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പോയിക്കോളുമല്ലോ. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് അരിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. കയ്യിലൊന്നും ഒട്ടും വെള്ളമില്ലാതെ നോക്കണം കേട്ടോ, വെള്ളം പെടാതെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടേ. പ്രത്യേകിച്ച് വിനെഗർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, അത് നിങ്ങൾക്ക് കാന്താരി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സാധാരണ പച്ചമുളക് ആയാലും മതി. അത് നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10-12 എണ്ണം ഇടുന്നുണ്ട്. വെള്ള കാന്താരി എനിക്ക് കിട്ടി, അപ്പോൾ അത് കാരണം ഞാൻ അത് ഇടുന്നത്. അതൊന്ന് നടുകട്ട് ചെയ്തിട്ട് കൊടുക്കുക. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ കണ്ടോ വെള്ളം വരുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ വേറെ ഇനി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക്. കണ്ട കട്ട് ചെയ്ത് വെച്ചതിൽ കുറച്ചുകൂടി വെള്ളം ബാക്കിയായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു. ഈ അച്ചാറിൽ പിന്നെ അധികം വെള്ളം വേണമെന്നുള്ളവർ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിതൊന്നും വെള്ളത്തിൽ വല്ലാണ്ടാവുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കില്ല ഇതിനകത്ത്. വിനാഗിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 1/4 ഗ്ലാസ്സിന് താഴെ വെള്ളം നന്നായി ചൂടാക്കിയിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ അതിലൂടെ ഒരു 1-2 സ്പൂണ് നമുക്ക് വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കാം. വെള്ളം കണ്ടൻറ്റ് അധികം കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എപ്പോഴും. ഇപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാക്സിമം വെള്ളമില്ലാതെ വിനാഗിരി മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് പെട്ടെന്ന് ഉപയോഗിച്ച് കഴിയുകയാണെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് തലേദിവസം ആക്കി വെച്ചു, എന്നിട്ട് പിറ്റേ ദിവസം കാലത്താണ് ഞാൻ ഇപ്പോൾ അത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പുറത്ത് തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു നീറ്റുള്ള ബോട്ടിലേക്ക് ആക്കി വെക്കാം കേട്ടോ. വിനെഗർ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫസ്റ്റ് ഡേ വെച്ച ശേഷം അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിളാണ് കേട്ടോ.